അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷിക്കാനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സമിതി അധ്യക്ഷൻ. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങൾ നൽകാനായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിലൊന്ന്. എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന് ആദ്യം അറിയണം. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ഘട്ടമായി ഇത്തരം അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി കൈക്കൊള്ളാം എന്നതിലും ഒരു വ്യക്തത വരണം. ഉന്നതതല സമിതിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ കാര്യങ്ങളിൽ വ്യക്തത നേടും? ഹിമ, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നടപടികളിൽ ഒന്നാണ് ഇപ്പോൾ ഈ ഉന്നതതല സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. വലിയ അന്വേഷണം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഈ സമിതിയിൽ പ്രധാനമായിട്ടും സമിതിയെ നയിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കും. പിന്നാലെ വ്യോമയാന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ പ്രധാനമായിട്ടും കണ്ടെത്താനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അപകടത്തിന് കാരണമായത് എന്നുള്ളത് തന്നെയാണ്. അതിന് ബ്ലാക്ക് ബോക്സിന്റെ അടക്കം വിവരങ്ങൾ ഈ സമിതിക്ക് മുന്നിൽ എത്തിയേക്കാം. അതിനൊക്കെ ശേഷം അതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇവർ ഈ റിപ്പോർട്ട് അത് സമർപ്പിക്കാൻ പോകുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അപകടങ്ങൾ അത് ഇല്ലാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തീരുമാനം കൂടി, കണ്ടെത്തൽ കൂടി ഈ ഒരു സമിതിയിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് മറ്റ് ഏജൻസികൾ ഇപ്പോൾ നടത്തി വരുന്നത് പോലെ അതിന് സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിന് സഹകരിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു അന്വേഷണമോ ആയിരിക്കില്ല, മറിച്ച് ഒരു സ്വതന്ത്ര അന്വേഷണമായിരിക്കും. അതിൽ ഈ വിമാനത്തിന്റെ അപകട കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നതിനൊപ്പം തന്നെയാണ് ഇതിന്റെ റൂട്ട് കോസിന് ശേഷം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈ വിമാനങ്ങളെ സംബന്ധിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഈ സമിതി ഒരു വിദഗ്ധ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനെ ഒരു SOP ആക്കി മാറ്റാൻ, ഈ വിമാന പ്രവർത്തനങ്ങളിലും സർവീസുകളിലും ഒരു SOP ആക്കി മാറ്റാൻ വ്യോമയാന മന്ത്രാലയവും DGCAയും നടപടി എടുത്തേക്കാം എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് നിലവിൽ മുന്നോട്ട് വരുന്നത്. ഈ 3 മാസത്തിന് ശേഷമായിരിക്കും ഇവരുടെ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് എന്തായാലും ഈ കേന്ദ്ര സർക്കാർ കടക്കും എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. ഈ അപകടം ഉണ്ടായതിന് ഒപ്പം തന്നെ അതിനുശേഷം കേന്ദ്ര സർക്കാരും മറ്റ് ഭാഗങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ഈ അപകടത്തെ സംബന്ധിച്ച് ഉണ്ടായ പ്രതികരണങ്ങൾ, അതിനു വേണ്ടിയെടുത്ത നടപടികൾ, രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച രീതി, ഇതെല്ലാം തന്നെ ഈ സമിതിക്ക് കീഴിൽ വരുന്നതാണ്, ഇവരുടെ പരിശോധനയ്ക്ക് കീഴിൽ വരുന്നതാണ്. ഇതെല്ലാം ഇവർ പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും അർജുൻ, അതോടൊപ്പം തന്നെ ഈ DNA പരിശോധന അതെങ്ങനെ പുരോഗമിക്കുന്നു? മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഇതുവരെയായി? DNA പരിശോധന അത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമുക്ക് മനസ്സിലായിടത്തോളം ഈ വിമാനത്തിൽ അകപ്പെട്ടിരുന്ന, അതായത് 241 പേരാണ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടത്. അതിൽ ആരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും വിട്ടു നൽകിയിട്ടില്ല. അതിന്റെ DNA പരിശോധനാ ഫലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ചുകൂടി കാലതാമസം എടുക്കും ഈ വിമാനത്തിൽ അകപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാവുന്നത്. നിലവിൽ ഇന്നലെ വിട്ടു നൽകിയിരിക്കുന്ന മൃതശരീരങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ മരിച്ചിരുന്നു. ഒരുപാട് പേർ, അവരുടെയാണ് 15-ലധികം മൃതശരീരങ്ങൾ ഇന്നലെ വിട്ടു നൽകിയത്. ഇന്ന് മുതലാണ് സാമ്പിളുകൾ എടുത്ത, ഈ DNA പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ എടുത്ത വിമാനത്തിന്റെ അകത്തുണ്ടായിരുന്നവരുടെ ബന്ധുക്കൾക്ക് മൃതശരീരങ്ങൾ വിട്ടു നൽകുക എന്നുള്ള കാര്യം കൂടിയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനൊരു സമയക്രമമുണ്ട്. ഏകദേശം 72 മണിക്കൂർ വരെ എടുത്തേക്കാം ഈ മൃതശരീരങ്ങളെല്ലാം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിൽ എന്ന ഒരു കാര്യം നേരത്തെ തന്നെ ഡോക്ടർമാരും അധികൃതരും വ്യക്തമാക്കിയിരുന്നു. കാരണം അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദ് വിമാന അപകടം വിശദമായി പരിശോധിക്കും. ഉന്നതതല സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്.